ഹലോ, ഹായ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ടി വിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഒരു നടി ഒരു പ്രസ് മീറ്റിങ്ങിൽ ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ ഇൻസൾട്ടഡ് ആയ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച. അപ്പോൾ ചെറിയൊരു മോളാണ്. ഒരു തമിഴ് സിനിമയുടെ പ്രൊമോഷനായി ബന്ധപ്പെട്ട് പ്രസ് മീറ്റിംഗ് വിളിച്ചപ്പോൾ നായകനുണ്ട്, സംവിധായകനുണ്ട്, ഗായികമാരുണ്ട്, അതുപോലെ തന്നെ ഈ നായികയും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ആദ്യം നായകൻ്റെ അടുത്താണ് ഒരു ഓൺലൈൻ മീഡിയയിൽ നിന്ന് ഒരാൾ ചോദിച്ചതാണ്, ഇത്രയും ഹൈറ്റുള്ള ഒരു നായകന് ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ഒരു നായികയെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ നായികയ്ക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ, നമ്മൾ ഇന്നാൾ ബിഗ് ബോസിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തതാണ്. അന്ന് ആ കുട്ടിയും ഇതേ ഒരു കാരണത്തിൻ്റെ പേരിൽ ഒരുപാട് കരഞ്ഞിരുന്നു അല്ലേ. ഹൈറ്റ് കുറയുമ്പോൾ, തടി കൂടുമ്പോൾ, മെലിയുമ്പോൾ ഒക്കെ നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ആകുമ്പോൾ. കാരണം അവർക്ക് അവരുടെ ബോഡി എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷനാണ് അല്ലേ, അവരുടെ സൗന്ദര്യം. അപ്പം അങ്ങനെയുള്ള ഒരു ആളെക്കുറിച്ച് ഒരു പ്രസ് മീറ്റിങ്ങിൽ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ കുട്ടി ഉടനെ തന്നെ മറുപടി പറഞ്ഞു, അതൊക്കെ സംവിധായകൻ തീരുമാനിക്കേണ്ടതാണ്, അല്ലെ പ്രൊഡ്യൂസർ തീരുമാനിക്കേണ്ടതല്ലേ, അവർ കാസ്റ്റ് ചെയ്തു തന്നെ ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. പിന്നീട് അടുത്ത ചോദ്യം വന്നു, നായകനോടാണ് വീണ്ടും ചോദിക്കുന്നത്, ഇത്രയും വെയിറ്റുള്ള ഒരു നായികയെ എടുത്ത് പൊക്കാൻ പറ്റിയോ എന്നുള്ളത്. ഈ ചോദിച്ച ആൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഒരു മീഡിയയുടെ റീച്ചിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? പക്ഷെ ആ കുട്ടി ഒരു വിഷമവും കാണിക്കാതെ ബോൾഡായിട്ട്, ചെറിയ മോളാണെങ്കിലും നല്ല പക്വതയോടെ ആ കുട്ടി സംസാരിച്ചു. പക്ഷേ ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, ആ പ്രസ് മീറ്റിങ്ങിൽ ഉണ്ടായ ഒരാളും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ ചോദിച്ച ആളോട് എന്തിനങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞില്ല. അത് ഭയങ്കര അത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഞാനൊരു വീട്ടമ്മയാണ്, സെലിബ്രിറ്റി ഒന്നുമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇത് മോശം ഒരു പ്രവണതയാണ്. നമ്മൾ പല സമയത്തും നമ്മുടെ കുട്ടികൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി പോകുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നു. എന്തുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആണുങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെന്താ പറയുന്നത്, ആ പെണ്ണിന് മിണ്ടാതിരുന്നൂടെ എന്നാ പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ കുട്ടി നല്ല ബോൾഡായിട്ട് തന്നെ മറുപടി പറഞ്ഞു. എന്നോട്, ഞാൻ നല്ല തടിയുള്ള ഒരാളാണ്, അത്യാവശ്യം ഒരു 70 kg ഒക്കെ വെയിറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്നോട് എൻ്റെ വെയിറ്റിനെ പറ്റി ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറയും, എനിക്ക് എൻ്റെ വെയിറ്റ് ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് പ്രഷറോ ഷുഗറോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് 40-40 വയസ്സ് കഴിഞ്ഞു. പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തടി കുറയണം, നമുക്ക് തടി കുറക്കണം തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നുമല്ല ഈ തടി വരുന്നത്. ചിലപ്പോൾ തൈറോയ്ഡ് പ്രോബ്ലം ആവാം, PCOD പ്രശ്നമാവാം, അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അങ്ങനെയുള്ള പ്രശ്നങ്ങളാവാം. അങ്ങനെയൊക്കെയാണ് പെൺകുട്ടികൾ ഒരുപാട് തടിക്കുന്നത്. ഈ പ്രശ്നം പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളും ഫേസ് ചെയ്യുന്നതാണ്. കളറ്, അതുപോലെ തന്നെ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോഴും നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക. ഒരു തരത്തിലും നമ്മുടെ ഫേസിൽ യാതൊരു വിധത്തിലെ വിഷമവും ഉണ്ടാവരുത്. ചില സമയത്ത് എനിക്കറിയുന്നവരൊക്കെ, എന്താടോ നീ ഇങ്ങനെ തടിച്ചിന്, എനിക്ക് കുറച്ച് വെയിറ്റൊക്കെ കുറക്കറോ, ഇതെന്തൊരു വെയിറ്റായത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ അതിനെ ചിരിച്ചിട്ട് അങ്ങ് വിടുക ചെയ്യുക. അതിന് ഒരു ഉത്തരവും ഞാൻ കൊടുക്കാൻ നിൽക്കാറില്ല. ചില ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ, കുടുംബക്കാർ, ഒരു കുടുംബ സദസ്സിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ വരുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നായിരിക്കും ഇതേ ഒരു ചോദ്യം കൊണ്ട് വരിക. ഇവർ സ്നേഹം കൊണ്ടൊന്നല്ല ചോദിക്കുന്നത്, നമ്മളെ കുറച്ച് സമയത്തേക്ക് തളർത്തുക, അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ തടിയൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് വരുന്നതോ ഒന്നുമല്ല. അത് ഓരോരോ സിറ്റുവേഷനിൽ തടി കുറയുന്നതും കൂടുന്നതും. ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ മെലിഞ്ഞിട്ടായിരുന്നു. ഇഷ്ടം പോലെ പ്രൊപ്പോസൽസ് മെലിഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അന്ന് കുട്ടിയായതുകൊണ്ട്, ഒരു 18-20 വയസ്സ് പ്രായത്തിലൊക്കെ കുട്ടിയായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമൊക്കെ തോന്നും. അത്രയും പക്വതയില്ലല്ലോ. പക്ഷെ ഇപ്പോൾ നമ്മൾ അനുഭവം കൊണ്ട് നമ്മൾ ഒരുപാട് പക്വത നേടിയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ ഈ മാതിരി ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ ചെറിയ മോള് അതിനോട് സ്കൂളിൽ നിന്ന് ആരോ ഇതേപോലെ തടിച്ചി എന്ന് വിളിച്ചിട്ട് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും. കുറച്ച് അവൾ അങ്ങനെ തടിച്ചൊന്നുമല്ല, എന്നാലും കുറച്ചൊരു തടിയുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ മോള് വന്നിട്ട് പറയുമ്പോൾ ഞാൻ പറയും, മോളെ അതൊന്നും ഒരു വിഷയമല്ല, മോള് കുട്ടിയല്ലേ, ഇപ്പം തടിയൊക്കെ ക്യൂട്ടാണ്, കുറച്ച് വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക് അതൊക്കെ കുറഞ്ഞോളൂ എന്ന് പറയും. അപ്പം മോൾ ഓക്കെ ആവും. നമ്മളതിന് അയ്യോ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ച് കുട്ടിയെ ഒന്നും കൂടെ വിഷമിപ്പിച്ചാലോ ഓട്ടോമാറ്റിക് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാകുക അല്ലേ. അപ്പോൾ കൊച്ചു കുട്ടികളായാലും വലിയവരായാലും അതുപോലെ പ്രായം ചെന്നവരായാലും നമ്മൾ ഒരാളെയും ഒരു തരത്തിലും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എല്ലാം എന്തൊക്കെയോ കൂടിയതിൻ്റെ പേരിലോ നമ്മൾ ഒരിക്കലും ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. പിന്നെ തടിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ തടിയൊന്നും നമുക്കൊരു വിഷയമല്ലടോ. നമ്മൾ ഏറ്റവും നല്ല നിഷ്കളങ്കരായ ആളുകൾ തടിച്ച ആൾക്കാരാണെന്നാണ് പറയാം. നമ്മളാണ് ഏറ്റവും പാവങ്ങളും നല്ല മനസ്സിനും ഉടമകളും പോലും. അപ്പം നമുക്ക് അങ്ങനെ വിചാരിച്ച് ആശ്വസിച്ചൂടെ? അപ്പോൾ എല്ലാവരും അങ്ങനെ ആരെങ്കിലും നമ്മളെ ബോഡി ഷെയിം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇപ്പോൾ ഈ മോള്, ഈ ഒരു ഫിലിം സ്റ്റാർ ഈ മോള് പറഞ്ഞ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുക. ആരെയും അനാവശ്യമായിട്ട് ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. അനാവശ്യമായിട്ട് നല്ല ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.